ഹായ് ഫ്രണ്ട്സ്, PSC സ്റ്റോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇന്ത്യയിലെ വൈസ്രോയിമാരെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി ക്യാനിങ് പ്രഭുവിനെ കുറിച്ച് പറയുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു ക്യാനിങ്. ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയിയും അവസാനത്തെ ഗവർണർ ജനറലുമായിരുന്നു ക്യാനിങ്. ഓർത്തിരിക്കുക. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ക്യാനിങ് പ്രഭുവാണ്. ഓർത്തിരിക്കുക, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയത് ക്യാനിങ് പ്രഭു. ബംഗാളിൽ ഇൻഡിഗോ കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ക്യാനിങ് ആയിരുന്നു. ബംഗാളിൽ ഇൻഡിഗോ കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ക്യാനിങ് പ്രഭു. ഒരു മുൻ വർഷ ചോദ്യം. ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? ക്യാനിങ് പ്രഭുവായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ. ഓർത്തിരിക്കുക. ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് ക്യാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. 1859 ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് 1860 ക്യാനിങ് പ്രഭുവിൻ്റെ കാലത്താണ്. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് 1860. ഇന്ത്യയിൽ വരുമാന നികുതി നിലവിൽ വന്ന സമയത്തെ വൈസ്രോയി ക്യാനിങ് പ്രഭുവായിരുന്നു. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ വരുമാന നികുതി നിലവിൽ വന്ന സമയത്ത് വൈസ്രോയി ക്യാനിങ് പ്രഭു. അടുത്തതായി മേയോ പ്രഭുവിനെ കുറിച്ച് നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച വൈസ്രോയി മേയോ പ്രഭുവാണ്. ഓർത്തിരിക്കുക, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ചത് മേയോ പ്രഭു. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭുവാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വികേന്ദ്രീകരണം നടപ്പിലാക്കിയ വൈസ്രോയി മേയോ പ്രഭു. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ച വൈസ്രോയി മേയോ പ്രഭു തന്നെയാണ്. ഇന്ത്യയിൽ കാർഷിക വാണിജ്യ വകുപ്പുകൾ ആരംഭിച്ചത് മേയോ പ്രഭു. കത്തിയവാറിൽ രാജ്കോട്ട് കോളേജും അജ്മീറിൽ മേയോ കോളേജും സ്ഥാപിച്ചത് മേയോ പ്രഭുവാണ്. കത്തിയവാറിൽ രാജ്കോട്ട് കോളേജും അജ്മീറിൽ മേയോ കോളേജും സ്ഥാപിച്ചു മേയോ പ്രഭു. ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയി മേയോ പ്രഭുവാണ്. ഓർത്തിരിക്കുക, ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയി മേയോ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭുവാണ്. 1872 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സെൻസസിന് നേതൃത്വം നൽകിയത് മേയോ പ്രഭു. അടുത്തതായി ലിറ്റൻ പ്രഭുവാണ്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. ഓർത്തിരിക്കുക, വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്നറിയപ്പെടുന്നത് ലിറ്റൻ പ്രഭുവാണ്. ഒരു മുൻ വർഷ ചോദ്യം. പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിറ്റൻ പ്രഭുവാണ്. ഓർത്തിരിക്കുക, പ്രാദേശിക പത്രഭാഷാ നിയമം പാസാക്കിയ വൈസ്രോയി ലിറ്റൻ പ്രഭു. വളരെ പ്രധാനപ്പെട്ട കാര്യം. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ച വൈസ്രോയി ലിറ്റൻ പ്രഭുവാണ്. സിവിൽ സർവീസ് പരീക്ഷ എഴുതുവാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സായി കുറച്ച വൈസ്രോയി ലിറ്റൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ നിലവിൽ വരുമ്പോൾ ലിറ്റൻ പ്രഭുവായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി. ഓർത്തിരിക്കുക, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ നിലവിൽ വരുമ്പോൾ വൈസ്രോയി ലിറ്റൻ പ്രഭു. അടുത്തതായി റിപ്പൺ പ്രഭുവിനെ കുറിച്ച് നോക്കാം. ജനകീയനായ വൈസ്രോയി എന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവായിരുന്നു. ഓർത്തിരിക്കുക, ജനകീയനായ വൈസ്രോയി റിപ്പൺ പ്രഭു. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭുവാണ്. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. 1881 ഇന്ത്യയിൽ ആദ്യത്തെ ക്രമീകൃത സെൻസസ് ആരംഭിച്ചത് റിപ്പൺ പ്രഭു. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വൈസ്രോയി റിപ്പൺ പ്രഭുവാണ്. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ചത് റിപ്പൺ പ്രഭു. ഓർത്തിരിക്കുക, പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം 1882. പ്രാദേശിക പത്രഭാഷാ നിയമം പിൻവലിച്ച വർഷം 1882. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സായി ഉയർത്തിയത് റിപ്പൺ പ്രഭുവാണ്. സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സായി ഉയർത്തിയത് റിപ്പൺ പ്രഭു. അടുത്തതായി ഡഫറിൻ പ്രഭുവിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭുവായിരുന്നു. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ഡഫറിൻ പ്രഭു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭുവാണ്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ഡഫറിൻ പ്രഭു. 1886 പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചത് ഡഫറിൻ പ്രഭുവാണ്. ഓർത്തിരിക്കുക, 1886 പബ്ലിക് സർവീസ് കമ്മീഷനെ നിയമിച്ചത്
ഡഫറിൻ പ്രഭു. അടുത്തത് കഴ്സൺ പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെടുന്ന വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. മുൻവർഷ ചോദ്യം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് കഴ്സൺ പ്രഭു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഓർത്തിരിക്കുക, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭു. തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഓർത്തിരിക്കുക, തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയി കഴ്സൺ പ്രഭു. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയ വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ആക്ട് പാസ്സാക്കിയത് കഴ്സൺ പ്രഭു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റെയിൽവേ വേർതിരിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് റെയിൽവേ വേർതിരിച്ചത് കഴ്സൺ പ്രഭു. അടുത്തതായി ചെംസ്ഫോർഡ് പ്രഭുവാണ്. 1916 ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിതമാകുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു. ഓർത്തിരിക്കുക, 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയ സമയത്ത് വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭു. വളരെ പ്രധാനപ്പെട്ട കാര്യം, സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ച വൈസ്രോയി ചെംസ്ഫോർഡ് പ്രഭുവാണ്. സാഡ്ലർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ചെംസ്ഫോർഡ് പ്രഭു. അടുത്തത് റീഡിംഗ് പ്രഭുവാണ്. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നു റീഡിംഗ് പ്രഭു. ഓർത്തിരിക്കുക, ജൂത വൈസ്രോയി റീഡിംഗ് പ്രഭു. ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ 1922 ചൗരി ചൗര സംഭവം നടക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയി റീഡിംഗ് പ്രഭുവായിരുന്നു. ഓർത്തിരിക്കുക. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയി റീഡിംഗ് പ്രഭു. ഓർത്തിരിക്കുക, ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയി റീഡിംഗ് പ്രഭു. ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭുവാണ്. 1926 ഹിൽട്ടൺ യങ് കമ്മീഷനെ നിയമിച്ച വൈസ്രോയി റീഡിംഗ് പ്രഭു. എങ്കിൽ റൗലറ്റ് ആക്ട് റദ്ദ് ചെയ്ത വൈസ്രോയും റീഡിംഗ് പ്രഭുവാണ്. ഓർത്തിരിക്കുക, റൗലറ്റ് ആക്ട് റദ്ദു ചെയ്ത വൈസ്രോയി റീഡിംഗ് പ്രഭു. വെല്ലിംഗ്ടൺ പ്രഭുവിനെ കുറിച്ച് നോക്കാം. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. ഓർത്തിരിക്കുക, 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന സമയത്ത് വൈസ്രോയിയാണ് വെല്ലിംഗ്ടൺ പ്രഭു. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന സമയത്ത് വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവായിരുന്നു. ഇതും മുൻവർഷ ചോദ്യമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോൾ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭു. എങ്കിൽ ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ വൈസ്രോയിയും വെല്ലിംഗ്ടൺ പ്രഭു തന്നെയാണ്. ഓർത്തിക്കുക, ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയത് വെല്ലിംഗ്ടൺ പ്രഭു. അടുത്തതായി ലിൻ ലിഗ്ദോ പ്രഭുവിനെ കുറിച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയ വൈസ്രോയിയാണ് ലിൻ ലിഗ്ദോ പ്രഭു. ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ ഭരണം നടത്തിയത് ലിൻ ലിഗ്ദോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ചത് ലിൻ ലിഗ്ദോ പ്രഭുവാണ്. 1940 ഓഗസ്റ്റ് ഓഫർ. ഇതൊരു മുൻവർഷ ചോദ്യമാണ്. ഓർത്തിരിക്കുക, ഓഗസ്റ്റ് ഓഫർ 1940. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിഗ്ദോ പ്രഭുവാണ്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി. ഓർത്തിരിക്കുക. ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ലിൻ ലിഗ്ദോ പ്രഭുവാണ്. ഓർത്തിരിക്കുക, ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിഗ്ദോ പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തും ലിൻ ലിഗ്ദോ തന്നെയായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ലിൻ ലിഗ്ദോ പ്രഭു. അടുത്തത് വേവൽ പ്രഭുവാണ്. ഇന്ത്യയിൽ നാവിക കലാപം 1946 ആരംഭിക്കുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ 1946 ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ഓർത്തിരിക്കുക, ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു. ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകൃതമായപ്പോൾ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകൃതമായ വർഷം 1946 സെപ്റ്റംബർ 2. ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകൃതമാകുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭു. എങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു വേവൽ പ്രഭു. ഓർത്തിരിക്കുക, രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് ഇന്ത്യൻ വൈസ്രോയി വേവൽ പ്രഭു. അടുത്തതായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ കുറിച്ച് പറയുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയാണ് മൗണ്ട് ബാറ്റൻ പ്രഭു. ഓർത്തിരിക്കുക, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു തന്നെയാണ്. ഓർത്തിരിക്കുക, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയുടെ വിഭജന പദ്ധതി തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഓർത്തിരിക്കുക, ഇന്ത്യയുടെ വിഭജന പദ്ധതി തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൻ പ്രഭു. 1979 അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. ഓർത്തിരിക്കുക, 1979
അയർലൻഡിൽ വെച്ച് കൊല്ലപ്പെട്ട വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യയിലെ വൈസ്രോയിമാരെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേട്ടത്. ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊരു മാർക്ക് നേടിത്തരും ഉറപ്പാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.